ഹലോ സെവൂസ്. അപ്പം നമ്മളിന്ന് പോണത് പ്രാഗിലേക്കാണ്. പ്രാഗ് എന്ന് പറഞ്ഞാൽ ജർമ്മനിയുടെ ഈസ്റ്റ് സൈഡിൽ കിടക്കുന്ന ബോർഡറിംഗ് കൺട്രിയായ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് പ്രാഗ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മ്യൂണിക്കിൽ ആണ് ഉള്ളത്. ഇവിടുന്ന് നമ്മളൊരു ലോക്കൽ ട്രെയിൻ എടുത്തിട്ട് നമ്മുടെ ഫ്ലിക്സ്പ്രസ് സർവീസിലാണ് പോണത്. അപ്പോൾ അങ്ങോട്ട് ആ സ്റ്റേഷനിലേക്ക് പോകണം. അപ്പോൾ ഫ്ലിക്സ്പ്രസ് കയറാനായിട്ട് ഇപ്പോൾ ട്രെയിൻ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻലാൻഡ് കണ്ടെയ്നർ റിപ്പോർട്ട് ആണ്. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് കണ്ടെയ്നേഴ്സ് മുകളിൽ കയറ്റിയിട്ട് ഇതൊരു ടെർമിനലാണ്. ഈ ട്രെയിനിന്റെ മുകളിൽ ബുഷ് ട്രെയിനിലൊക്കെ കയറ്റിയിട്ട് കൊണ്ടുവരുന്നത് പല യൂറോപ്പിലേക്ക് തന്നെ പല സ്ഥലങ്ങളിലേക്ക് പോകും. അപ്പം അങ്ങനെ നമ്മൾ മ്യൂണിക്ക് ഈസ്റ്റ് എത്തിയിട്ടുണ്ട്. അതായത് ഓസ്പാനോഫ് എന്ന് പറയും ഇവിടെ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒരു 4-5 സ്റ്റേഷനോളം, 4-5 അല്ല, ഒരു 7 സ്റ്റേഷനോളം നമുക്ക് പോകാനുണ്ട്. ഒരു 5 മിനിറ്റ്സ്. നമ്മൾ ഇവിടെ എത്തി. ഫ്ലിക്സ്പ്രസിന്റെ സ്റ്റേഷനായിട്ടുള്ള ഡോണേഴ്സ് ഹാക്കർ ബൂക്കെ എന്നാണ് സ്റ്റേഷന്റെ പേര്. ഇവിടെയാണ് നമ്മുടെ ഫ്ലിക്സ്പ്രസിന്റെ സ്റ്റേഷൻ ഉള്ളത്, ബസ് സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫ്ലിക്സ്പ്രസിന്റെ ബസ് സ്റ്റേഷൻ. കഴിഞ്ഞ തവണ നമ്മൾ സ്റ്റ്യൂറിച്ചിലേക്ക് പോയത് ഇവിടുന്ന് തന്നെയാണ്. ഈ ഫ്ലിക്സ്പ്രസ് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റ്യൂറിച്ചിലേക്ക് പോയത്, സ്വിറ്റ്സർലാൻഡിലേക്ക്. നമ്മൾ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഈ കാണുന്ന സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് ക്രുസാന്ത്, വെള്ളം, ജ്യൂസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കറക്റ്റ് സമയത്ത് തന്നെയാണ്. ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് കൂടെ ഉള്ളൂ ബസ് പോകാനായിട്ട്. ഓൺ ടൈമിന് അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ട്രെയിൻ ക്യാൻസലേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ചെറിയൊരു ലേറ്റ് ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി എടുത്തു, ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മ്യൂണിക്കിൽ നിന്ന് പോകുന്നതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഒരു റെയിനി ആയിട്ടുള്ള ക്ലൗഡി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് വലിയ നല്ല വിസിബിലിറ്റിയോ കാഴ്ചകളൊന്നും ഇങ്ങനെ പുറത്ത് നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല. അധികം ലൈറ്റൊന്നുമില്ല. പ്രാഗിലും ഇതേ ക്ലൈമറ്റ് ആണോ എന്ന് അറിയില്ല, കുറച്ച് എന്നാലും അറിയാൻ പറ്റുള്ളൂ. മൊബൈലിൽ നോക്കിയപ്പോൾ അത്ര കുഴപ്പം കണ്ടില്ല. അപ്പോൾ ചെക്ക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞെങ്കിൽ പണ്ടുണ്ടായിരുന്ന ചെക്കോസ്ലോവാക്യ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കൺട്രി സ്പ്ലിറ്റ് ആയിട്ടാണ്, ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവർ ചെക്ക് റിപ്പബ്ലിക് ഉണ്ടായത്. ഇതിന്റെ ബാക്കി സൈഡ്, അതിന്റെ അപ്പുറത്തെ സൈഡ് ഡിവൈഡ് ചെയ്തിട്ട് സ്ലോവാക്യ എന്നുള്ള ഒരു കൺട്രി ആയിട്ട് ഫോം ചെയ്തു. പിന്നെ ഇവിടെ യൂറോ ആക്സെപ്റ്റഡ് ആണ്. പക്ഷേ ഇവിടുത്തെ ഒഫീഷ്യൽ കറൻസി ഇവർ പറയുന്നത് ചെക്ക് കുറൂണ എന്നാണ്. കൊറോണയല്ല, കുറൂണ. അപ്പോൾ നമുക്ക് യൂറോ നമുക്ക് കൊടുക്കാം, എല്ലായിടത്തും സ്പെൻഡ് ചെയ്യാൻ, അതുപോലെ തന്നെ സ്വൈപ്പ് ചെയ്യാൻ, കാർഡ് സ്വൈപ്പ് ചെയ്യാൻ, എല്ലാം ചെയ്യാം. പക്ഷെ അവരുടേതായ ഒരു കറൻസി അവർക്ക് ഉണ്ട്, ചെക്ക് കുറൂണ. പോകുന്ന വഴിക്ക് ഒരുപാട് വിൻഡ് മില്ലുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനുള്ള പവർ ജനറേഷൻ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ബസ്സിന്റെ സീറ്റിലുള്ള സംഭവങ്ങളാണ് അതൊക്കെ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാനോ അങ്ങനെ എന്തെങ്കിലുള്ള ട്രേ ഒക്കെ ഉണ്ട്. വെള്ളം കുപ്പി വെക്കാം, വെള്ളം ഒക്കെ ഇവിടെ വെക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ താഴെ കുറച്ച് സാധനങ്ങൾ, മൊബൈലൊക്കെ വെക്കണമെങ്കിൽ ചെറിയൊരു ബാഗ് പോലെ ചെറിയൊരു സംഭവം ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളൊരു ബസ്സാണ് അത്. അതുപോലെ തന്നെ മൊബൈൽ ചാർജർ ഉണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട്. പവർ ഔട്ട്പുട്ട് ഉണ്ട്, പിന്നെ USB ഔട്ട്പുട്ടും ഉണ്ട്. അപ്പോൾ രണ്ടും AC ഔട്ട്പുട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പല ടൈപ്പ് ചാർജേഴ്സ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. Type-C എല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഡ്രിങ്ക്സ് അവൈലബിൾ ആണ്. നമ്മൾ അവിടെ ഫ്രണ്ടിലിരിക്കുന്ന പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി കൊണ്ടുവന്ന് തരും. അതിനുള്ള ചാർജസ് ഉണ്ട് വേറെ. നമ്മളിപ്പോ പ്രാഗിൽ ഇറങ്ങി. ഈ വണ്ടിയിലാണ് നമ്മൾ വന്നത്. മെർസിഡീസ് ബെൻസിന്റെ ഒരു ഡ്യുവൽ ആക്സിൽ, മൾട്ടി ആക്സിൽ ഒരു ബസ്സാണ് ഉള്ളത്. അപ്പോൾ നല്ല അടിപൊളി ബസ്സാണ്, നല്ല കംഫർട്ടബിൾ ആണ് ഇരിക്കാനായിട്ട്. ഫ്രണ്ടിൽ ഡബിൾ ഡെക്കറൊക്കെ കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ ബസ്. ഇത് നമ്മൾ സെൻട്രൽ ബസ് സ്റ്റേഷനാണ് ഇപ്പോൾ ഉള്ളത്. പ്രാഗ് സെൻട്രൽ ബസ് സ്റ്റേഷനിലേക്കാണ് എത്തിയത്. വേറെയും കുറെ ബസ്സുകളൊക്കെ പോകുന്നുണ്ട്. ഇതൊന്നും സംഭവം അറിയില്ല, പ്രാഗിൽ എന്തോ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പ്രാഗിലെ വിശേഷങ്ങൾ, ഇവിടുത്തെ സൈറ്റ് സീയിങ് അട്രാക്ഷൻസ് ഒക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പൊ എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.